മാറി നിൽക്കുന്നു എന്നത് തെരച്ചിലിന് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്? തീർച്ചയായും തെരച്ചിലിന് അങ്ങേയറ്റം ഗുണകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം രാവിലെ മുതൽ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. സാധാരണ ദിവസങ്ങളിൽ നമുക്കറിയാം പലപ്പോഴും ഒരു ഉച്ചയ്ക്ക് മുമ്പായി തന്നെ മഴ തുടങ്ങും, പിന്നീട് വലിയ വെള്ളപ്രവാഹമായി മാറും. അപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് പോലും ഇത്തരം ഇടങ്ങളിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ചില സന്നദ്ധ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത് സുഹൃത്തെ? നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് തെരച്ചിൽ നടത്തിയിട്ട് വരുന്നത്? മേലെ അവിടെ കാര്യമായിട്ട് ഇന്ന് തെരച്ചിലുണ്ടായിരുന്നു. തെരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തെരച്ചിൽ JCB വന്നിട്ട് ആദ്യം മാൻ പവർ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് വലിയ വെയിറ്റുള്ള കാര്യങ്ങളൊന്നും പൊക്കാൻ കഴിയാത്ത സമയത്ത് JCB വന്നു. JCB തരുന്നുണ്ട്. അപ്പം കുറച്ചാളെ താഴോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോവാണ്. ഇപ്പോൾ താഴോട്ട് അപ്പോൾ നടക്കുന്നുണ്ട്. നടക്കുന്നിടത്താണ്. അതെ 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 അതേ സ്ഥലത്താണ് നടക്കുന്നത്. സാധ്യതയാണ് ചെറുതായിട്ട് പറഞ്ഞത്. ഡോഗ് സ്ക്വാഡ് വല്ലതും കണ്ടെത്തിയാണോ? അതല്ല, ആളുകൾ നല്ല സ്മെല്ലുണ്ട്. അപ്പം എത്രത്തോളം സ്മെല്ലുണ്ട് എന്ന് പറയാൻ പറ്റൂല. അപ്പം നല്ല സ്മെല്ലുണ്ട്. അപ്പം ആ സമയത്ത് അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നുണ്ടല്ലേ? ഇതാണ് ഇപ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തനം താഴേക്ക് ആവശ്യപ്പെട്ടിട്ട് വന്നതാണ്. അവിടെയും ഒരു രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങോട്ടും സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നായി ഇത്തരം ഗന്ധം വരികയും ചിലയിടത്തുനിന്ന് ചില സൂചനകൾ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നത്തെ തെരച്ചിലിൽ ഒരു മൃതദേഹാവശിഷ്ടമോ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിക്കൂറുകളായി തുടരുന്ന തെരച്ചിൽ ആണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ആരംഭിച്ച തെരച്ചിൽ ആണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെയും ഒരു മൃതദേഹാവശിഷ്ടമോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോഴും രക്ഷാദൌത്യം അല്ലെങ്കിൽ തെരച്ചിൽ എന്നത് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിരവധി സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർ, നിരവധി രാഷ്ട്രീയ യുവജന സംഘടനകളിൽപ്പെട്ടവരൊക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചാലിയാർ പുഴയിൽ തെരച്ചിൽ നടത്തുക എന്ന് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ ചാലിയാർ പുഴയിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. പക്ഷേ ആ അവശിഷ്ടങ്ങളുടെ കണക്കനുസരിച്ച് മരണസംഖ്യ തിട്ടപ്പെടുത്തുക എന്നത് പ്രായോഗികമല്ല. ഒരുപക്ഷെ ഒരു മൃതദേഹത്തിൽ നിന്ന് തന്നെയാകാം പല അവശിഷ്ടങ്ങളും ലഭിക്കുന്നത്. അത് കണക്കാക്കുന്നതിന് വേണ്ടി DNA ടെസ്റ്റ് നടത്തുന്നുണ്ട് എന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. വിനോദസഞ്ചാരികളോ അതിഥി തൊഴിലാളികളോ ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗിൽ ആലോചിച്ച കാര്യം ചാലിയാർ പുഴയിൽ ഏകദേശം 40ഓളം കിലോമീറ്റർ നമുക്ക് 3 ജില്ലയിലുണ്ട്. കോഴിക്കോട് ഫറൂഖിലാണ് ചെന്ന് അടിയുന്നത്, കടലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ ചാലിയാർ പുഴയുടെ ഭാഗമായ 8 പോലീസ് സ്റ്റേഷൻ, ഈ 8 പോലീസ് സ്റ്റേഷൻ പരിധി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. ആ തെരച്ചിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇന്നലെ തന്നെ അത് നന്നായി പോയിട്ടുണ്ട്. ഈ 8 പോലീസ് സ്റ്റേഷനും ഒരു പോലീസ് ഹെഡ് ഉണ്ടാവുമല്ലോ. ആ പോലീസ് ഹെഡിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ വെച്ചാണ് തെരയുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പുഴ അറിയുന്നവരെ അതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പുഴയുടെ ഓരോ ഭാഗവും അറിയുന്നവരുണ്ട്, അത് അവിടുത്തെ നാട്ടുകാരാണ്, നന്നായിട്ട് അറിയാം. ആ പുഴയുടെ സ്വഭാവം അറിയുന്നവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അപ്പൊ അവരുകൂടിയുള്ള ഒരു ടീമാണ് ഇപ്പോ തെരച്ചിൽ നടത്തുന്നത്. നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചു കാണും 4 മൃതദേഹങ്ങളാണ് കിട്ടിയത്. 4 മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ 3 എണ്ണവും മലപ്പുറം ജില്ലയിൽ നിന്ന്. 14 എണ്ണം മിനിഞ്ഞാൻ നമുക്ക് കിട്ടി. 14 എണ്ണം. ചാലിയാറിൽ ഉൾപ്പെടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് എന്നായിരുന്നു വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീയും പ്രതികരിച്ചത്. റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തെരച്ചിൽ തുടരുന്നത് എന്നും കളക്ടർ പറഞ്ഞു. ഈ സൈഡിൽ നമുക്ക് ഒരു ബോഡി കിട്ടി. പക്ഷേ ഫ്രം മലപ്പുറം സൈഡ് നമുക്ക് 3 എണ്ണം കിട്ടി. കുറച്ച് ബോഡി പാർട്സും കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ 4 ആണ് നമുക്ക് ഇന്നലത്തെ റിക്കവറി. എന്തായാലും നമ്മൾ ഇന്ന് ആസ് പെർ ദ പ്ലാൻ, നമ്മൾ ആക്ഷൻ പ്ലാൻ പ്രകാരം വി ആർ കണ്ടിന്യൂയിങ് ദ സെർച്ച് ഓപ്പറേഷൻസ്. ഓക്കെ, സോ ഞാൻ എല്ലാ സമയം ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ നമ്മൾ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു. ആ സമയത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഉള്ള സമയത്തിൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു. ആ സമയത്തിൽ തന്നെ നമ്മൾ സെർച്ച് ഓപ്പറേഷൻസ് നിർത്തിയിട്ടില്ല. സോ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സേഫ് for the people who conduct the rescue operations,
വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ. അതിലെ ഒരു ഇത് ആശങ്ക വേണ്ട. അതാണ് നമുക്ക് ഡയറക്ഷൻസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ സെയിം നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ പോലെ തന്നെ സെർച്ച് ഓപ്പറേഷൻസ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്ലോയ്മെന്റും ചെയ്തിട്ടുണ്ട്. ഇന്ന് കൃത്യമായിട്ട് വോളണ്ടിയേഴ്സുടെ എണ്ണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുള്ള 3 ആൾക്കാരും കുറച്ച് ദേ ഗോട്ട് സ്റ്റക്ക്. സോ അവരെ വീണ്ടും നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടി വന്നു. സോ എത്ര ആൾക്കാർ പോകുന്നുണ്ട് അത്ര ആൾക്കാർ സേഫ് ആയിട്ട് തിരിച്ചു വരാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടല്ലോ, കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം. So that is why we are also ensuring that we have the exact count.